നമുക്കിന്ന് ഇച്ചിരി ഇറച്ചി ചുട്ട് തിന്നാലോ. അതായത് അതങ്ങോട്ട് മോഡിഫൈ ചെയ്തിപ്പം ബാർബിക്യൂ എന്നൊക്കെയായി. അതിന് തീ കത്തിക്കാനായിട്ടുള്ള ഒരു പങ്കപ്പാടിലാണിപ്പോൾ. അത് കാണാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. ആളിക്കത്തുന്ന തീ കാണുമ്പോൾ പിള്ളേർക്ക് ഇച്ചിരി പേടിയുണ്ട്. അതുകൊണ്ടേ കുറച്ച് നേരം അവർ അടങ്ങിയിരുന്നോളൂ. അപ്പോഴത്തേന് ആ കത്തി വന്ന കൽക്കരിയിലോട്ട് നമുക്ക് ഇച്ചിരി ഏത്തക്ക തന്നെ ആദ്യം ചുട്ട് തിന്നാം. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നില്ലേ, അടുപ്പിലിട്ട് നമ്മൾ പണ്ട് ഏത്തക്കയൊക്കെ ചുട്ട് തിന്ന്. എന്നാൽ പിന്നെ അതിനെല്ലാം ഇടയുണ്ടല്ലോ, ഇച്ചിരി പൊട്ടറ്റോയും ഇച്ചിരി സ്വീറ്റ് പൊട്ടറ്റോയും ഒക്കെ കൂടെ വെക്കാൻ നല്ല ചൂടുള്ള കൽക്കരിയല്ലേ അടി കിടക്കുന്നത്. അപ്പോഴും ഓർക്കുന്നത് പൈനാപ്പിൾ പഴുത്തിരിക്കുന്ന പൈനാപ്പിളിനോട്ട് ഇച്ചിരി മുളക് പൊടി ഉപ്പും ആ ഇറച്ചി വേകുന്നതിൻ്റെ സൈഡിലോട്ട് അങ്ങ് വെച്ചു. എൻ്റെ മക്കളെ, രുചി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രുചിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിള്ളേരുണ്ടല്ലോ, ഇവിടെ മണ്ണൊന്നും വാരി കളിക്കാൻ പറ്റിയല്ലോ. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. നൊസ്റ്റാൾജിയയും കരച്ചിലും പിടിച്ചിലും ഒക്കെ പിന്നെ. ഇപ്പം നമ്മൾ കഥകളൊക്കെ ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വൈനും കിട്ടത്തില്ല, സലാഡും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ വയറാണ് ഏറ്റവും പ്രധാനം. ആദ്യം നമ്മുടെ വയറങ്ങോട്ട് നിറയ്ക്കാം. അല്ലെങ്കിൽ വൈനൊക്കെ ഏതിലേ പോയെന്ന് കാണിയില്ല. അപ്പോൾ ഇറച്ചി നല്ല അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വീശിക്കൊണ്ട് നിൽക്കുന്ന ആളെ അവിടെ നിന്ന് വീശിക്കോട്ടെ. കാരണം കൈക്കൊക്കെ എക്സസൈസ് വേണമല്ലോന്നേ. അപ്പോൾ അതങ്ങോട്ടൊന്നും നമ്മൾ നോക്കാൻ പോണ്ട. നമ്മളവിടെ ചുട്ടു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് കഴിക്കുക.